LDC പരീക്ഷയ്ക്ക് ഇനി കുറച്ച് സമയമേ ഉള്ളൂ. പരീക്ഷയും അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള സമയം കൊണ്ട് നിങ്ങൾ ഏറ്റവും പ്രധാനമായും ചെയ്യേണ്ടത് ഞാൻ പല വീഡിയോകളിലായിട്ട് പറഞ്ഞിട്ടുള്ള പോലെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, കറണ്ട് അഫേഴ്സ് ഡെയിലി പഠിച്ച് റിപ്പീറ്റഡായിട്ട് പ്രാക്ടീസ് ചെയ്ത് ആ ഭാഗം ഒന്ന് സെറ്റാക്കി വെക്കുക. GK ഒന്ന് ക്യാപ്സ്യൂൾ പോലെയും പഠിക്കുക. അതിപ്പോൾ GK കുറേ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിലും ആ പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യുകയും അതുപോലെ ഇനി പഠിച്ച് തീർക്കാനുള്ള കാര്യങ്ങൾ ക്യാപ്സ്യൂൾ പോലെ ഒരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള പഠനം ആ രീതിയിൽ നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോവുക. ഈ മാത്സ്, ഇംഗ്ലീഷ് അതുപോലെ കറണ്ട് അഫേഴ്സ് ഒക്കെ ഡെയിലി പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ GK പാടാകാം, എളുപ്പമാകാം. GK പാടായാലും ഈ ഒരു ഭാഗത്തു നിന്നുള്ള ചോദ്യം മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, കറണ്ട് അഫേഴ്സ് ആ ഒരു ഭാഗത്തു നിന്നുള്ള 50 മാർക്കിൻ്റെ ചോദ്യം നമുക്ക് നന്നായിട്ട് പഠിച്ചാൽ ഭൂരിഭാഗവും മേടിക്കാൻ പറ്റും. പലരും GK പഠിച്ചാണ് സമയം കളഞ്ഞത്. ഇതെനിക്കറിയാം, മാത്സും ഇംഗ്ലീഷും ഒക്കെ അറിയാമെന്ന് വിചാരിച്ചതങ്ങ് അധികം വെയിറ്റ് കൊടുക്കാറില്ല. ഈ ഭാഗത്തു നിന്നുള്ള മാർക്ക് പലർക്കും പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും പലപ്പോഴും പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. നിങ്ങൾ ആ ഒരു ഭാഗത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് ആ ഭാഗം സെറ്റാക്കി വെച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് ലഭിച്ചിരിക്കും. GK ഭയങ്കരമായിട്ട് പഠിച്ചില്ലേ പോലും അത് നിങ്ങൾക്ക് പരീക്ഷ കഴിയുമ്പോൾ മനസ്സിലാവും ഇഫ് നിങ്ങൾ ഈ ഒരു ഭാഗം സെറ്റാക്കി വെച്ചാൽ. അപ്പോൾ അതുകൊണ്ട് ഈ ഭാഗം കറക്റ്റായിട്ട് പഠിച്ചു പോവുക. അതിലെ ഒരു പ്രധാനപ്പെട്ട പോർഷനാണ് 10 മാർക്കിൻ്റെ സെക്ഷനാണ് ഈ ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. പലർക്കും ഒരു വിചാരമുണ്ട്, എനിക്ക് എല്ലായിടത്തും ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയത്തില്ല, അതുകൊണ്ട് ഇംഗ്ലീഷ് എനിക്ക് വലിയ മാർക്കൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, PSCയുടെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറച്ച് ടെക്നിക്കൊക്കെ അറിയാമെങ്കിൽ ഈ ചോദ്യം ചെയ്യുന്ന കുറച്ച് ടെക്നിക്കൊക്കെ PSCയുടെ രീതിയിൽ നിന്ന് മനസ്സിലാക്കി വെച്ചാൽ സിമ്പിളായിട്ട് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുന്ന പരിപാടിയേ ഉള്ളൂ ഇതിനകത്തുള്ളത്. അതിന് വലിയ ഭയങ്കരമായിട്ട് സംസാരിക്കാൻ അറിയണമെന്നോ ഇംഗ്ലീഷിൽ വലിയ അഗ്രഹണ്യനായിരിക്കണമെന്നോ ഒന്നുമില്ല. ഈ PSCയുടെ ഇംഗ്ലീഷ് പഠിക്കുന്ന ആ ഒരു രീതിയിൽ അങ്ങ് പഠിച്ചാൽ മതി. അത് നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയുന്ന രീതിയിൽ അങ്ങ് പഠിച്ചാൽ അതങ്ങ് സെറ്റാക്കാൻ പറ്റും. 10 മാർക്ക് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ ഇതുവരെ ഇംഗ്ലീഷ് വലുതായിട്ട് പഠിച്ചു തുടങ്ങാത്തവരാണെങ്കിൽ ഇന്ന് തൊട്ട് ഈ ഒരു വീഡിയോ തൊട്ട് ഈ വീഡിയോ കണ്ട് തീർത്തുകൊണ്ട് നിങ്ങളതങ്ങ് പഠിച്ചു തുടങ്ങി മുഴുവൻ മാർക്കും മേടിക്കുക. അതാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഈ ഒരു വീഡിയോയിൽ ഇംഗ്ലീഷിലെ ഒരു സ്പെസിഫിക് ടോപ്പിക്കാണ് നമ്മൾ കവർ ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു വീഡിയോ മുഴുവൻ കണ്ട് ഈ ഒരു ടോപ്പിക്ക് ഇന്ന് തന്നെ പഠിക്കുക. ഞാൻ ഈ വീഡിയോ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് വീഡിയോ ക്ലാസ്സിലൂടെ, അത് ഇന്ന് തന്നെ പഠിക്കുക. അത് പഠിച്ചാൽ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് 90% ചോദ്യം വരുന്ന ടോപ്പിക്കാണ്. ആ ഒരു മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ബാക്കി 9 മാർക്കല്ലേ ഉള്ളൂ. ആ 9 മാർക്ക് എങ്ങനെ മേടിക്കണം എന്നൊക്കെ ഞാൻ വീഡിയോയുടെ അവസാനം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് കേട്ട് കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ ഇംഗ്ലീഷ് സംഭവം സെറ്റാണ്. ബാക്കി GKയുടെ എക്സ്ട്രാ ആയിട്ട് ഓരോ ദിവസം പഠിക്കാൻ ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങളും ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നുണ്ട്. അതും കറക്റ്റായിട്ട് പഠിച്ച് ഫോളോ ചെയ്ത് റിവിഷൻ ചെയ്ത് പോവുക. ഇനി കുറച്ച് സമയമേ ഉള്ളൂ. നമുക്ക് സ്മാർട്ട് വർക്കിലൂടെ ഇനി പഠിച്ചാലും LDC ക്രാക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. കമൻറ്റ് ബോക്സിൽ വന്ന് ഇനി പഠിച്ചാൽ കിട്ടുമോ എന്ന് ഓരോ വീഡിയോയുടെ അടിയിലും കമൻറ്റ് ചെയ്യാതെ നിങ്ങൾ ശ്രമിച്ച് നോക്കുക. ഇന്ന് തൊട്ട് ഒന്ന് ശ്രമിച്ച് നോക്കുക. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കടക്കുവാണ്. ദിസ് ഈസ് മൈ പെൻ. ഇങ്ങനെ ഒരു സെൻറ്റൻസ് തന്നിട്ട് ഇതിലെ നൗൺ ഏതാണ് എന്നാണ് നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. എന്നിട്ട് ഓപ്ഷനിൽ ദിസ് ഈസ് മൈ പെൻ, അങ്ങനെ 4 ഓപ്ഷനുകളും തന്നിട്ടുണ്ട്. ഇതിലേതാണ് നൗൺ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഏതാണ് നൗൺ, എന്താണ് നൗൺ എന്നറിഞ്ഞാലല്ലേ ഏതാണ് നൗൺ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ദിസ് ഈസ് മൈ പെൻ എന്നൊരു സെൻറ്റൻസ് തന്നാൽ അതിലെ നൗൺ ഏതെന്ന് ചോദിച്ചാൽ നൗൺ എന്ന് പറയുന്നത് എന്തിനെയാണോ എന്താണ് അവിടെ നാമമായിട്ട് വന്നേക്കുന്നത്, പേരായിട്ട് വന്നേക്കുന്നത്. ഇപ്പോൾ ദിസ് ഈസ് മൈ പെൻ എന്ന് പറഞ്ഞാൽ ആ പെന്നാണ് നൗൺ. അപ്പം നാമം, മലയാളത്തിൽ നമ്മൾ നാമം എന്ന് പറയുന്ന സാധനമാണ് ഈ നൗൺ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതുപോലെ നൗണ്, നാമം, അതുപോലെ ക്രിയാവിശേഷണം, നാമവിശേഷണം, ഇതെല്ലാം ഇംഗ്ലീഷിൽ വരുന്ന പരിപാടിയാണ് ഈ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിയിരുന്നാൽ ഇതിലേതാണ് നൗണ്, ഇതിലേതാണ് അഡ്ജക്റ്റീവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദ്യം വരുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഉത്തരം എഴുതാൻ പറ്റും. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ വന്നാലും നമുക്ക് ഉത്തരം എഴുതാൻ പറ്റുന്ന, മനസ്സിലാക്കിയാൽ സിമ്പിളായിട്ട് ഉത്തരം എഴുതാൻ പറ്റുന്ന സെക്ഷനാണ് ഈ പാർട്സ് ഓഫ് സ്പീച്ച്. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ആദ്യം ഞാൻ ജസ്റ്റ് എന്താ പറയുക തിയറി പോലെ പറയുകയും കുറച്ച് ചോദ്യങ്ങളും അങ്ങ് ചെയ്യുകയും നമ്മൾ ചെയ്യും. അത് സംഭവം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഭാഗം അങ്ങ് സെറ്റായി പോകും. മനസ്സിലാക്കിയിരിക്കുക എന്താണ് ക്രിയ, എന്താണ് നാമം, എന്താണ് നാമവിശേഷണം, എന്താണ് ക്രിയാവിശേഷണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇംഗ്ലീഷിൽ എന്താണെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് കറക്റ്റ് ഉത്തരം എഴുതാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് മനസ്സിലാക്കി പോവുക, ഇപ്പോൾ തന്നെ പഠിച്ച് പോവുക. ഓക്കെ. പാർട്സ് ഓഫ് സ്പീച്ചിൽ പ്രധാനപ്പെട്ട 8 കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിലാദ്യത്തേതാണ് നൗൺ അഥവാ നാമം. നൗൺ എന്ന വാക്കിൻ്റെ ആ ഒരു അർത്ഥം കാണുമ്പോൾ തന്നെ അത് എന്തിനെയാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഞാനിവിടെ ഒരു എക്സാമ്പിൾ എഴുതാം. ഒരു സെൻറ്റൻസ്, ദിസ് ഈസ് മൈ ക്യാറ്റ്. ഇങ്ങനെ ഒരു സെൻറ്റൻസ് തന്നേക്കുവാണ്. ഇതിലെ നൗൺ ഏത് എന്നാണ് നിങ്ങളോട് ചോദിച്ചേക്കുന്നത്. സിമ്പിളായിട്ട് ഇതിനകത്തെ നൗൺ അല്ലെങ്കിൽ നാമം ഏത് എന്ന് കണ്ടുപിടിക്കാമല്ലോ. ക്യാറ്റ് എന്നതാണ് ഇതിലെ നാമം. അപ്പം നൗൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാമം അഥവാ ഒരു വസ്തു അല്ലെങ്കിൽ ഒരു പേഴ്സണെയൊക്കെ സൂചിപ്പിക്കുന്ന അതിൻ്റെ ഒരു നാമമാണ് നമ്മൾ നൗണായിട്ട് ഉദ്ദേശിക്കുന്നത്. വസ്തു അല്ലെങ്കിൽ തിങ് എന്ന് പറയാം, തിങ്സ്, വസ്തു അല്ലെങ്കിൽ ഒരു പേഴ്സണെയൊക്കെ സൂചിപ്പിക്കുന്ന നാമമാണ് ഈ നൗൺ എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ പെൻസില്, അതുപോലെ നേരത്തെ പറഞ്ഞാൽ ക്യാറ്റ്, പെൻ, പിന്നെ എന്താ പറയുക ബുക്ക്, ഇതെല്ലാം നൗണാണ്. അപ്പോൾ ആ രീതിയിൽ ഓർത്താൽ മതി. ഒരു പേര് അല്ലെങ്കിൽ അതിൻ്റെ നാമം ഒരു വസ്തു അല്ലെങ്കിൽ ഒരു പേഴ്സണെയൊക്കെ സൂചിപ്പിക്കുന്ന ആ ഒരു നാമം വരുന്ന സംഭവമാണ് ഈ നൗൺ എന്ന് പറയുന്നത്. ബേസിക് കാര്യമാണ്, ഒത്തിരി ഡിഫൈൻ ചെയ്യാനൊന്നുമില്ല, മനസ്സിലായല്ലോ.
നെക്സ്റ്റ് വെർബ് അഥവാ ക്രിയ. ആ ഒരു മലയാള അർത്ഥം, വെർബ് എന്ന വാക്കിൻ്റെ മലയാള അർത്ഥം കാണുമ്പോൾ തന്നെ അതെന്തിനെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ഞാനവിടെ ഒരു സെൻറ്റൻസ് എഴുതാം. ഐ ലൈക്ക് ആപ്പിൾ. ഐ ലൈക്ക് ആപ്പിൾ എന്നൊരു സെൻറ്റൻസ്. അപ്പോൾ വെർബ് അഥവാ വെർബ് ക്രിയയാണ് എന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ ചിലർക്ക് ഇപ്പോൾ സംശയം തോന്നാം, ക്രിയ എന്ന് പറയുന്നത് ഇപ്പോൾ ഓടുക, ചാടുക, നടക്കുക അങ്ങനെയൊക്കെയുള്ളതല്ലേ ക്രിയ എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു സെൻറ്റൻസിൽ അങ്ങനെ ഓടുന്നതും ചാടുന്നതൊന്നും ഇല്ലല്ലോ. ഐ ലൈക്ക് ആപ്പിൾ എന്ന് പറയുന്നത്, എനിക്ക് ആപ്പിൾ ഇഷ്ടമാണ് എന്ന് പറയുന്നത്, ഇഷ്ടം എന്ന് പറയുന്നത് ക്രിയ ചെയ്യുന്ന പ്രവൃത്തിയാണോ എന്നൊക്കെ ഒരുപക്ഷെ തോന്നിയേക്കാം. ശരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രവൃത്തി മാത്രമല്ല, അതിൻ്റെ സ്റ്റേറ്റും അതിൻ്റെ ഒരു അവസ്ഥ വെച്ചും നമുക്ക് ക്രിയ കണ്ടെത്താം. ക്രിയയ്ക്ക് അല്ലെങ്കിൽ വെർബിനൊരു ഡെഫിനേഷൻ എന്ന് പറയുന്നത് ആക്ഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് ആണ്. ആക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റേറ്റ് വെച്ചും നമുക്ക് ക്രിയ പറയാൻ സാധിക്കും. ഇതിൻ്റെ ഒരു സ്റ്റേറ്റ് വെച്ചാണ് ഈ ഒരു ലൈക്ക് എന്ന് പറയുന്നത് ഇവിടെ ക്രിയയായി മാറുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഓപ്പൺ ചെയ്യുക, ഒരു വിൻഡോ ഓപ്പൺ ചെയ്യുക, പിന്നെന്താണ് കട്ട് ചെയ്യുക, ഓടുക, ചാടുക, ഇതൊക്കെ ക്രിയയാണ്. അങ്ങനെയൊക്കെയുള്ളതെല്ലാം ക്രിയയാണ്. അപ്പോൾ വെർബ് എന്താണ് എന്നൊരു ഐഡിയ കിട്ടും. അത് ആക്ഷൻ മാത്രമല്ല, ആ ഒരു സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തുമാണ് എന്നൊക്കെ ഒന്ന് ഓർത്തണം. സ്റ്റേറ്റ് പ്രകാരം മീൻസ് ഐ ലൈക്ക് ആപ്പിൾ, ഐ ലൈക്ക് ഓറഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ ലൈക്കും ഒക്കെ ക്രിയയാണ് എന്ന് ആ രീതിയിൽ കണക്കാക്കുന്നുണ്ട് എന്നൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ ഈ ഒരു ടോപ്പിക്ക് മാത്രമല്ല, ഇംഗ്ലീഷിലെ എല്ലാ ടോപ്പിക്കുകളും നമ്മൾ സെറ്റാക്കണം. എല്ലാ ടോപ്പിക്കുകളും നമ്മുടെ കോഴ്സിൽ വീഡിയോ ക്ലാസ്സുകളും നോട്ട്സും ഒക്കെ ആയിട്ട് ഫുള്ളായിട്ട് നമ്മൾ കവർ ചെയ്യും. താല്പര്യമുള്ള ഒരു കോഴ്സിൽ ജോയിൻ ചെയ്താൽ മതി. അതിലെ കണ്ടൻറ്റ് വെച്ച് ഇനി തൊട്ടങ്ങ് പഠിച്ചു പോയാൽ മതി. ഇംഗ്ലീഷിൽ 10 മാർക്ക് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. അതുപോലെ GK ക്യാപ്സ്യൂൾ പോലെ പഠിക്കേണ്ട കാര്യങ്ങളും എല്ലാം അതിനകത്ത് പറയുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്താൽ മതി. അതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ LDC കോഴ്സ് എന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. ഇന്നോട്ട് ജോയിൻ ചെയ്ത് പക്കായിട്ട് പഠിച്ചു പോകുക. അല്ലാത്തവർ നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റഡി മെറ്റീരിയൽ വെച്ച് നമ്മൾ വീഡിയോ പറയുന്ന കണ്ടൻറ്റ് വെച്ച് അങ്ങ് പഠിച്ചു പോയാൽ മതി. നിങ്ങളുടെ കയ്യിൽ സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടെങ്കിൽ, സ്റ്റഡി മെറ്റീരിയൽ ഇല്ലാത്തവർ കോഴ്സിൽ ജോയിൻ ചെയ്താൽ മതി. എല്ലാം നമ്മൾ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ. നെക്സ്റ്റ് അഡ്വർബ് അഥവാ ക്രിയാവിശേഷണം. മലയാള അർത്ഥത്തിൽ നിന്ന് തന്നെ അതെന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഒരു എക്സാമ്പിൾ ഞാനിവിടെ എഴുതാം. മൈ ക്യാറ്റ് ഈറ്റ്സ് ക്വിക്ക്ലി. മൈ ക്യാറ്റ് ഈറ്റ്സ് ക്വിക്ക്ലി എന്ന് പറയുന്ന ഒരു സെൻറ്റൻസാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഇവിടെ എൻ്റെ പൂച്ച വേഗത്തിൽ ഭക്ഷണം കഴിക്കുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. ഭക്ഷണം എന്ന് പറഞ്ഞില്ല, ഞാൻ ഈറ്റ്സ് ഈ കഴിക്കുന്ന ഭക്ഷണമാണല്ലോ, കഴിക്കുന്നത് വേഗത്തിൽ. എൻ്റെ പൂച്ച വേഗത്തിലാണ് കഴിക്കുന്നത് എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. അപ്പോൾ കഴിക്കുന്നതാണ് ഇവിടുത്തെ ക്രിയ എന്ന് പറയുന്നത്. വേഗത്തിൽ കഴിക്കുക ക്രിയയെ വിശേഷിപ്പിക്കുന്നതാണല്ലോ. അല്ലെങ്കിൽ മൈ ക്യാറ്റ് ഈറ്റ്സ് സ്ലോലി, പയ്യെ കഴിക്കുക, ചെറിയ സ്പീഡിൽ അല്ലെങ്കിൽ സ്ലോ ആയിട്ട് കഴിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ ഇതെല്ലാം എന്താണ്, കഴിക്കുന്ന ആ ഒരു ക്രിയയെ വിശേഷിപ്പിക്കുന്നതാണ്. സോ ക്രിയയെ വിശേഷിപ്പിക്കുന്നത് ക്രിയാവിശേഷണം അല്ലെങ്കിൽ അഡ്വർബ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഇപ്പം എൻ്റെ ക്യാറ്റ് സൈലൻ്റ് ആയിട്ടാണ് നീങ്ങുന്നത്, സൈലൻ്റ്ലി എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഒരു ക്രിയാവിശേഷണമായിട്ട് എടുക്കാൻ പറ്റുമല്ലേ. അതുപോലെ തന്നെ ഒരുപാട് ക്രിയാവിശേഷണങ്ങൾ നിങ്ങൾ ചിന്തിച്ചാൽ കിട്ടും. ഒത്തിരി ഡീറ്റെയിലിങ്ങിലേക്ക് ഞാൻ പോകുന്നില്ല. ജസ്റ്റ് ആ ഒരു തിയറി പറഞ്ഞിട്ട് പിന്നെ കുറച്ച് ചോദ്യങ്ങളങ്ങ് പ്രാക്ടീസ് ചെയ്താൽ സംഭവം സെറ്റാണ്. അപ്പോൾ അഡ്വർബ് എന്താണ് എന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. നെക്സ്റ്റ് അഡ്ജക്റ്റീവിലേക്ക് പോവാണ്. അർത്ഥം നോക്കുക. നാമവിശേഷണമാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. നാമത്തെ വിശേഷിപ്പിക്കുന്നു. ഒരു എക്സാമ്പിൾ എഴുതാം. വി ലൈക്ക് ബിഗ് കേക്ക്. ഞങ്ങൾക്ക് വലിയ കേക്കാണ് ഇഷ്ടം. വി ലൈക്ക് ബിഗ് കേക്ക് എന്ന് പറയുന്ന ഒരു സെൻറ്റൻസ്. ഇവിടെ കേക്കാണ് നാമം. കേക്കിനെ വിശേഷിപ്പിക്കുന്നതാണല്ലോ ബിഗ്, വലിയ കേക്ക്. സോ ബിഗ് ആണ് ഇവിടുത്തെ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സോ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്, നാമവിശേഷണമാണ്. ഒരു നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. നേരത്തെ ഒരു എന്താ പറയുക, വെർബിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് അഡ്ജക്റ്റീവ് എന്നൊക്കെ പറഞ്ഞു. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞു. നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് അഡ്ജക്റ്റീവ്. നേരത്തെ വെർബിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന അഡ്വർബിൻ്റെ കാര്യം പറഞ്ഞു. ഇവിടെ നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് അഡ്ജക്റ്റീവ് എന്നും മനസ്സിലാക്കിയിരിക്കുക. നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് അഡ്ജക്റ്റീവ്. ഇതും പ്രോനൗണുമായിട്ടാണ് മാറിപ്പോകാൻ സാധ്യതയുള്ളത്. അപ്പോൾ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് ആ ഒരു നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ബിഗ് കേക്ക്, വലിയ കേക്ക്, ചെറിയ കേക്ക്, വലിയ മനുഷ്യൻ, ചെറിയ മനുഷ്യൻ, അങ്ങനെ വലിയ പൂച്ച, എല്ലാം നമുക്ക് ആ രീതിയിൽ അഡ്ജക്റ്റീവായിട്ടൊക്കെ എടുക്കാം. ഓക്കെ. ഇനി അടുത്തത് പ്രോനൗൺ അഥവാ സർവ്വനാമം. ഈ നൗണിനെ റീപ്ലേസ് ചെയ്യുന്നതാണ് പ്രോനൗൺ എന്ന് പറയുന്നത്. ഇപ്പം എക്സാമ്പിൾ ഞാൻ എഴുതാം. അരുൺ ഈസ് എ സ്റ്റുഡൻറ്റ്. അരുൺ ഈസ് എ സ്റ്റുഡൻറ്റ് എന്ന് എഴുതി. അരുൺ ഈസ് എ സ്റ്റുഡൻറ്റ്. ഹീ ലൈക്ക് എന്താണ്, ക്യാറ്റ്സ്. ഹീ ലൈക്ക് ക്യാറ്റ്സ്. ഓക്കെ. അരുൺ ഒരു സ്റ്റുഡൻ്റാണ്, അവന് പൂച്ചകളെ ഇഷ്ടമാണ്. ഹീ ലൈക്ക് ക്യാറ്റ്സ്. അപ്പം അരുണിന് പകരം ഞാനിവിടെ ഹീ അല്ലേ ഉപയോഗിച്ചത്. അപ്പോൾ അതുപോലെ ഈ നൗണിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന, നൗണിനെ റീപ്ലേസ് ചെയ്യുന്ന ഐറ്റങ്ങളാണ് പ്രോനൗൺ എന്ന് പറയുന്നത്. റീപ്ലേസസ് എ നൗൺ. അതുപോലെ
ഐ എന്ന് പറയുന്നത് എൻ്റെ പേര് പറയുന്നതിൻ്റെ പറയുന്നതിനേക്കാൾ ഐ എന്ന് ഉപയോഗിക്കത്തില്ല. അതൊരു ഐ, യു, പിന്നെന്താണ് ഷീ, ഹി, അതുപോലെ ഇറ്റ്, ഇതൊക്കെ പ്രോനൗണുകളാണ്. കുറച്ച് ചോദ്യങ്ങൾ അങ്ങ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാവും. നിങ്ങൾക്ക് അറിയാം ഇത് പറയാതെ തന്നെ, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, പറഞ്ഞ് നമുക്ക് പഠിച്ച് പോകുന്നതേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് പ്രോനൗൺ എന്താണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്താണെന്ന് അടുത്തത് പ്രിപ്പോസിഷൻ. പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കാൻ പോയാൽ നല്ല സമയം എടുക്കും. ജസ്റ്റ് ഒന്ന് ഒരു സെൻറ്റൻസ് മനസ്സിലാക്കിയാൽ മതി. നൗണിനെ ഒരു പ്രോനൗണുമായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു വേർഡും ഒക്കെ ആയിട്ടോ ലിങ്ക് ചെയ്യുന്ന സംഭവങ്ങളാണ് ഈ പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. പ്രിപ്പോസിഷനുകൾക്ക് എക്സാമ്പിളാണ് അറ്റ്, അതുപോലെ ഇന്ന്, പിന്നെ ഓഫ്, ഓൺ, ആഫ്റ്റർ, അതുപോലെ അണ്ടർ, ഇതൊക്കെ പ്രിപ്പോസിഷനുകൾക്ക് എക്സാമ്പിളാണ്. ഞാനൊരു എക്സാമ്പിൾ സെൻറ്റൻസ് ഇവിടെ എഴുതാം. ഷീ വാസ് ഹൈഡിങ് അണ്ടർ ദ ടേബിൾ. ഷീ വാസ് ഹൈഡിങ് അണ്ടർ ദ ടേബിൾ. ഇതിനകത്ത് അണ്ടറാണ് പ്രപ്പോസിഷൻ വരുന്നത്. അണ്ടറാണ് പ്രപ്പോസിഷൻ വരുന്നത്. അപ്പോൾ ഒരു നൗണിനെ ഒരു മറ്റൊരു വേർഡുമായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രോനൗണോ ഒക്കെ ആയിട്ടോ ലിങ്ക് ചെയ്യുന്ന സാധനമാണ് പ്രപ്പോസിഷൻ. ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കുക. എക്സാമ്പിൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടും, കുറേ പ്രോബ്ലങ്ങൾ അങ്ങ് ചെയ്യുമ്പോൾ. ഓക്കെ, ഇനി നെക്സ്റ്റ് കൺജങ്ഷൻ. ഒരു ക്ലോസുകളെയോ അല്ലെങ്കിൽ സെൻറ്റൻസുകളെയോ തമ്മിൽ എന്താ പറയുക ജോയിൻ ചെയ്യിക്കുന്ന ഐറ്റമാണ് ഈ കൺജങ്ഷൻ എന്ന് പറയുന്നത്. സെൻറ്റൻസുകളെ അല്ലെങ്കിൽ ക്ലോസുകളെ തമ്മിൽ ജോയിൻ ചെയ്യിക്കുന്നതിനെ കൺജങ്ഷൻ എന്ന് പറയുന്നു. എക്സാമ്പിളുകൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ബട്ട് ഒരു കൺജങ്ഷനാണ്. ബട്ട്, ആൻഡ്, വൈൽ, ഇതൊക്കെ കൺജങ്ഷനുകളാണ്. പിന്നെ അതുപോലെ വെൻ എന്ന് പറയുന്നത് കൺജങ്ഷനാണ്. ഇതൊക്കെ കൺജങ്ഷനുകളാണ്, ക്ലോസുകളെ അല്ലെങ്കിൽ സെൻറ്റൻസുകളെയൊക്കെ ജോയിൻ ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ എഴുതാം. ഐ ആം വെരി ഹംഗ്രി എന്നൊരു സെൻറ്റൻസ്. ഐ ആം വെരി ഹംഗ്രി. ബട്ട് ഐ ആം വെരി ഹംഗ്രി ബട്ട് ദ ഫ്രിഡ്ജ് ഈസ് എംപ്റ്റി. ഇവിടെ രണ്ട് സെൻറ്റൻസ് എനിക്ക് വന്നിട്ടുണ്ട്. ദ ഫ്രിഡ്ജ് ഈസ് എംപ്റ്റി, ഐ ആം വെരി ഹംഗ്രി. ഇതിനെ രണ്ടിനെയും ജോയിൻ ചെയ്തേക്കുന്നത് എന്താണ്? ബട്ട് വെച്ചല്ലേ. അപ്പോൾ ഈ ബട്ട് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു കൺജങ്ഷനാണ്. അപ്പോൾ ഈ രീതിയിൽ സെൻറ്റൻസുകളെ അല്ലെങ്കിൽ ക്ലോസുകളെയൊക്കെ ജോയിൻ ചെയ്യിക്കുന്നതാണ് കൺജങ്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഇൻ്റർജങ്ഷൻ എന്ന് പറയുന്ന ഐറ്റമാണ് നെക്സ്റ്റ്. ഇൻ്റർജങ്ഷൻ, ഷോർട്ട് എക്സ്ക്ലമേഷൻ എന്ന് പറയും. ഇൻ്റർജങ്ഷന് ഷോർട്ട് എക്സ്ക്ലമേഷൻ. എക്സാമ്പിൾ എഴുതാം. ഓ, ഇങ്ങനെ ഇടുവല്ലേ, ഓ, ഹായ്, പിന്നെ ഔച്ച്, അതൊക്കെ ഇൻ്റർജങ്ഷനാണ്. വൗ, അങ്ങനെയൊക്കെ പറയുന്ന ഇൻ്റർജങ്ഷനല്ലേ. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ എഴുതാം. വൗ, വാട്ട് എ ബ്യൂട്ടിഫുൾ ഗേൾ. വാട്ട് എ ബ്യൂട്ടിഫുൾ ഗേൾ എന്ന് പറയുന്നത് ഒരു ഇൻ്റർജങ്ഷനുള്ള ഒരു സെൻറ്റൻസാണ്. അപ്പോൾ ഇതുപോലത്തെ ഇങ്ങനെ വരുന്നതാണ് ഈ ഒരു ഷോർട്ട് എക്സ്ക്ലമേഷനിൽ വരുന്ന സംഭവമാണ് ഇൻ്റർജങ്ഷൻ എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇതിനൊക്കെ ഡീപ്പായിട്ട് പഠിപ്പിക്കാൻ പോയ കുറച്ച് നല്ല ലെങ്ത് വരുന്ന സംഭവങ്ങളാണ് ഇതെല്ലാം. ജസ്റ്റ് ഞാൻ എന്താണെന്നൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. മാക്സിമം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുവാണ് ഈ ഒരു ടോപ്പിക്കിന് വേണ്ടി ചെയ്യേണ്ടത്. അതാണ് ഇതിനകത്ത് ചെയ്യേണ്ടത്. ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്, എല്ലാം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ആവശ്യം, എല്ലാ ടോപ്പിക്കും പ്രാക്ടീസ് ആവശ്യമാണ്. പക്ഷേ ഈ ഒരു ടോപ്പിക്ക് പഠിക്കേണ്ടത് തന്നെ പ്രാക്ടീസ് ചെയ്താണ്. പ്രാക്ടീസ് ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് സംഭവം സെറ്റ് ആവുന്നതാണ്. ഓക്കെ, ഈ നൗണും പ്രോനൗണും അഡ്ജക്റ്റീവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുവാണ്. അപ്പോൾ അതോടെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. നമ്മൾ നേരത്തെ ഒരു ബേസിക് കാര്യങ്ങളാണ് പറഞ്ഞത്, അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കാര്യങ്ങളോട് പറയുവാണ്. ഓക്കെ, നൗൺ എന്ന വാക്കിൻ്റെ മലയാള അർത്ഥം കാണുമ്പോൾ തന്നെ അതെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. നൗൺ എന്ന് വെച്ചാൽ നാമമാണ്. ഒരു വ്യക്തിയുടെയോ സ്ഥലത്തിൻ്റെയോ ഒരു വസ്തുവിൻ്റെയോ പേരായ ശബ്ദമാണ് നാമം അഥവാ നൗൺ എന്ന് പറയുന്നത്. പേരോർത്താൽ മതി. ആ സെൻറ്റൻസ് തന്നെയാണ് അതിൻ്റെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്. ഒരു വ്യക്തിയുടെയോ സ്ഥലത്തിൻ്റെയോ ഒരു വസ്തുവിൻ്റെയോ പേരായ ശബ്ദമാണ് നാമം എന്ന് പറയുന്നത്. ഇപ്പോൾ രാമു എന്ന് പറയുന്ന ഒരു പേരല്ലേ, രാമു. അതുപോലെ ഇപ്പോൾ എന്താണ്, ഫാത്തിമ എന്നത് ഒരു പേരാണ്. അപ്പോൾ ഇതൊക്കെ നാമങ്ങളാണ്. അതുപോലെ തന്നെ കേരള എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനമല്ലേ, അതും ഒരു നാമം തന്നെയാണ്. അതുപോലെ പെൻ എന്ന് പറയുന്നതും നാമമാണ്. ഇങ്ങനെ പല രീതിയിൽ നാമങ്ങളുണ്ട്. അപ്പം നൗണിനെ നമുക്ക് പല രീതിയിൽ ഈ ഒരു പേരിൻ്റെ രീതികൾ വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. പലതരം നൗണുകളുണ്ട്. ഇപ്പം കേരളം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരല്ല, ഒരു സ്ഥലത്തിൻ്റെ പേരാണല്ലേ. പെൻ എന്ന് പറയുന്ന ഒരു വസ്തുവിൻ്റെ പേരാണ്. ഇപ്പോൾ ഫാത്തിമ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരാണ്. നമുക്കിപ്പോൾ അങ്ങനെ പല രീതിയിലുള്ള നാമങ്ങളുണ്ട്. നമുക്ക് ആ ഒരു എക്സാമ്പിളിൽ നിന്ന് തന്നെ മനസ്സിലാവും. അതുകൊണ്ട് ആ പല രീതിയിലുള്ള നാമങ്ങളെ ഒന്ന് ഡിവൈഡ് ചെയ്ത് പറയുന്നുണ്ടെന്നേ ഉള്ളൂ. ഒരു സാധനം കേട്ടാൽ ഇത് നാമമാണോ നൗണാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ നിങ്ങൾ പഠിച്ചാൽ മതി. അപ്പോൾ അതിലാദ്യം നമ്മൾ പ്രോപ്പർ നൗൺ എന്ന് പറയുന്ന സാധനം എന്താണെന്ന് പറയാം. പ്രോപ്പർ നൗണിലെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷനാണ് പ്രോപ്പർ നൗൺ.
ഒരു വ്യക്തിയുടെയോ സ്ഥലത്തിൻ്റെയോ സാധനത്തിൻ്റെയോ സംഘടനയുടെയോ പേരുകളെ പ്രോപ്പർ നൗൺ എന്ന് വിളിക്കുന്നു. ഞാൻ പറഞ്ഞ സെൻറ്റൻസ് ശ്രദ്ധിക്കുക. ഒരു വ്യക്തിയുടെയോ സ്ഥലത്തിൻ്റെയോ സാധനത്തിൻ്റെയോ സംഘടനയുടെയോ പേരുകളെ പ്രോപ്പർ നൗൺ എന്ന് വിളിക്കുന്നു. ആ ഒരു സെൻറ്റൻസ് പറഞ്ഞപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ് പ്രോപ്പർ നൗൺ എന്ന്. എക്സാമ്പിൾ പറയാം. ഒരു വ്യക്തിയുടെ പേര് ഇപ്പോൾ എന്താണ്? അമൽ. അമൽ എന്നത് ഒരു വ്യക്തിയുടെ പേരല്ലേ? അമൽ എന്നത് ഒരു വ്യക്തിയുടെ പേരാണ്. പിന്നെ ഒരു വ്യക്തിയുടെയോ സ്ഥലത്തിൻ്റെയോ കോട്ടയം. കോട്ടയം എന്നത് ഒരു സ്ഥലത്തിൻ്റെ പേരല്ലേ? വ്യക്തിയുടെയോ സ്ഥലത്തിൻ്റെയോ അതുപോലെ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്? സാധനത്തിൻ്റെയോ സംഘടനയുടെയോ ഒക്കെ പേര് ഈ പ്രോപ്പർ നൗണിൽ ഉപയോഗിക്കാം. ബാക്കിയുള്ള സാധനവും സംഘടനയൊക്കെ നിങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിൽ എക്സ്ട്രാ ആയിട്ട് ഓർത്താൽ മതി. അപ്പോൾ ഓർക്കേണ്ടത് ഒരു വ്യക്തിയുടെയോ സ്ഥലത്തിൻ്റെയോ സാധനത്തിൻ്റെയോ സംഘടനയുടെയോ പേര് പ്രോപ്പർ നൗണാണ് എന്ന്, അങ്ങനെയുള്ളതിനെ പ്രോപ്പർ നൗൺ എന്ന് വിളിക്കുന്നു എന്ന് ഓർത്തിരിക്കുക. പ്രോപ്പർ നൗൺ എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിലാണ് എഴുതുന്നത് എന്നോർക്കുക. ഞാനിവിടെ ക്യാപിറ്റൽ ലെറ്ററിലല്ലേ പേരിൻ്റെ ആദ്യാക്ഷരം എഴുതി. നമ്മൾ പേരിൻ്റെയൊക്കെ ആദ്യാക്ഷരം എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുന്നത്. അപ്പം പ്രോപ്പർ നൗൺ എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിലാണ് തുടങ്ങുന്നത് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, പ്രോപ്പർ നൗൺ എന്താണെന്ന് മനസ്സിലായല്ലോ. ക്ലാസിഫൈ ചെയ്ത് പഠിച്ചില്ലേ പോലും പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് നൗൺ എന്താണ്, നാമം എന്നൊരു ബേസിക് ഐഡിയ വെച്ച് നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റും. അത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നുണ്ടെന്നേ ഉള്ളൂ. നെക്സ്റ്റ് കോമൺ നൗൺ. പേരിൽ നിന്ന് തന്നെ കോമൺ നൗൺ, കോമൺ ആയിട്ടുള്ള പേരുകൾ ജീവികളുടെയോ സാധനങ്ങളെയോ വ്യക്തികളെയോ പൊതുവായി പറയുവാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ് കോമൺ നൗൺ എന്നത്. ഇപ്പം ജീവികളെയോ സാധനങ്ങളെയോ വ്യക്തികളെയോ എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇവയൊക്കെ പൊതുവായി പറയുന്നത്, പഠിപ്പിക്കുന്ന ആൾക്കാരെ പൊതുവായി പറയുന്നത് എന്താണ്? ടീച്ചേഴ്സ്. ടീച്ചേഴ്സ് എന്നത് ഒരു കോമൺ ആയിട്ട് പറയുന്ന ഒരു നൗണാണല്ലേ. അതുപോലെ തന്നെ ഇപ്പം ഒരു പഴം ഓറഞ്ച് എന്ന് പറയുന്ന ആ ഒരു ഇതിൽപ്പെട്ട അങ്ങനത്തെ പഴത്തിനെല്ലാം നമ്മൾ ഓറഞ്ച് എന്നല്ലേ പറയുന്നത്. ഓരോന്നിനും ഓരോ പേരില്ല. അപ്പോൾ കോമൺ ആയിട്ട് പറയുന്നത് ആ ഒരു സംഭവം. അതുപോലെ ഒഴുകുന്ന ഈ ജലപ്രവാഹത്തെ നമ്മൾ റിവർ എന്ന് പറയുമല്ലോ. അപ്പോൾ അതൊക്കെ കോമൺ നൗണാണ്. അപ്പോൾ ജസ്റ്റ് എന്താണെന്ന് അറിഞ്ഞിരുന്നാൽ മതി. നൗണ് ഇപ്പം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഇങ്ങനെ ഇത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഇനി കോമൺ നൗൺ ഏത് അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല. നൗൺ കണ്ടുപിടിക്കുക എന്നുള്ള രീതിയിലായിരിക്കും. നൗൺ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം, അതാണ് ഏറ്റവും പ്രധാനം. ഓക്കെ, അപ്പോൾ കോമൺ നൗൺ എന്ന് പറയുന്നത് ജീവികളെയോ സാധനങ്ങളെയോ വ്യക്തികളെയൊക്കെ പൊതുവായി കോമൺ ആയിട്ട് പറയുന്ന പേരുകൾ. ടീച്ചർ, അതുപോലെ ഓറഞ്ച്, റിവർ, അതുപോലെ കാർപ്പൻറ്റർ. അപ്പോൾ അങ്ങനെ ആ ജോലി ചെയ്യുന്നവരെ നമുക്ക് പറയുന്ന പേര് കാർപ്പൻറ്റർ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളതില്ലേ. അപ്പോൾ അതാണ് കോമൺ നൗൺ എന്ന് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് അബ്സ്ട്രാക്റ്റ് നൗൺ. കാണുവാനും സ്പർശിക്കുവാനും കഴിയാത്തതും എന്നാൽ ചിന്തിക്കാൻ മാത്രം കഴിയുന്നതുമായ വസ്തുക്കളെ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ പ്രതിപാദിക്കുന്ന പദങ്ങളാണ് അബ്സ്ട്രാക്റ്റ് നൗൺ എന്ന് പറയുന്നത്. ഇപ്പം ഒരു മ്യൂസിക്കിൻ്റെ പേര്, അത് നമുക്ക് കാണുവാനും സ്പർശിക്കുവാനും ഒന്നും കഴിയത്തില്ല, എന്നാൽ അതൊരു ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന അല്ല അങ്ങനത്തെ ആ ഒരു ചിന്തകളിൽ വരുന്ന സംഭവമല്ലേ, അത് ഒരു അബ്സ്ട്രാക്റ്റ് നൗണാണ്. ഞാൻ എക്സാമ്പിൾ എഴുതാം. മ്യൂസിക് ഒരു അബ്സ്ട്രാക്റ്റ് നൗണാണ്, മ്യൂസിക്കിൻ്റെ പേരും കാര്യങ്ങളൊക്കെ. പിന്നെ ഹോണസ്റ്റി എന്ന് പറയുന്നത്, ഹോണസ്റ്റി ഒരു അബ്സ്ട്രാക്റ്റ് നൗൺ എക്സാമ്പിളാണ്. സത്യസന്ധത. അതുപോലെ ഗുഡ്നെസ് ഒരു അബ്സ്ട്രാക്റ്റ് നൗൺ എക്സാമ്പിളാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അബ്സ്ട്രാക്റ്റ് നൗൺ. ഇതൊന്നും നമുക്ക് ടച്ച് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇതൊക്കെ ഓരോ ആശയം പോലത്തെ അങ്ങനത്തെ ഐറ്റം അല്ലേ. അപ്പോൾ ഒരു അബ്സ്ട്രാക്റ്റ് നൗൺ എന്ന് പറയുന്നത് കാണുവാനും സ്പർശിക്കാനും ഒന്നും കഴിയത്തില്ല, എന്നാൽ അത് ചിന്തിക്കാൻ മാത്രം കഴിയുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള വസ്തുക്കളെ പ്രതിപാദിക്കുന്ന പദത്തെയാണ് അബ്സ്ട്രാക്റ്റ് നൗൺ എന്ന് പറയുന്നത്. ഇനി മെറ്റീരിയൽ നൗൺ. പേരിൽ തന്നെയുണ്ട് മെറ്റീരിയൽ. ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് രൂപാന്തരപ്പെടുന്ന നാമങ്ങളാണ് മെറ്റീരിയൽ നൗൺ. ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് രൂപാന്തരപ്പെടുന്നു. നമുക്കറിയാം, നമ്മൾ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ഗോൾഡൊക്കെ മെറ്റീരിയലാണല്ലേ, ഗോൾഡ്, സിൽവർ. അപ്പോൾ ആ രീതിയിലുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് രൂപാന്തരപ്പെടുന്ന നാമങ്ങളാണ് മെറ്റീരിയൽ നൗൺ. ഗോൾഡും സിൽവറും ഒക്കെ അതിന് എക്സാമ്പിളാണ്. നെക്സ്റ്റ് കോൺക്രീറ്റ് നൗൺ. കാണുവാനും സ്പർശിക്കുവാനും കഴിയുന്ന വസ്തുക്കളെ പ്രതിപാദിക്കുന്ന പദങ്ങളാണ് കോൺക്രീറ്റ് നൗൺ എന്ന് പറയുന്നത്. കാണുവാൻ കഴിയുന്ന വസ്തുക്കളിലെ പെൻ എന്ന് പറയുന്നത് വേണമെങ്കിൽ ഒരു കോൺക്രീറ്റ് നൗൺ ആണെന്ന് പറയും. അതുപോലെ ജലം, വാട്ടർ എന്ന് പറയുന്ന കോൺക്രീറ്റ് നൗണാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളത് കാണുവാനും സ്പർശിക്കുവാനും ഒക്കെ കഴിയുന്ന വസ്തുക്കളെ പ്രതിപാദിക്കുന്ന നൗണുകളെ കോൺക്രീറ്റ് നൗണിൻ്റെ വിഭാഗത്തിലും പെടുത്താം. ഇപ്പോൾ ചിലതൊക്കെ ഇപ്പോൾ എന്താ പറയുക, പ്രോപ്പർ വേറെ പല നൗണിനകത്തും വരുന്നതൊക്കെ കോൺക്രീറ്റിലൊക്കെ വരും, അല്ലെങ്കിൽ ഇന്നത് അവിടെ വരും, അങ്ങനെയൊക്കെ സിറ്റുവേഷനൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾ അതൊന്നും കണ്ടിത് ഇവിടെയല്ലേ വരേണ്ടത്, അങ്ങനെ ഒന്ന് കൂടുതലായിട്ട് ചിന്തിച്ച് കൺഫ്യൂഷൻ അടിക്കേണ്ട. ജസ്റ്റ് ആ ഒരു ബേസിക് കോൺസെപ്റ്റ് അങ്ങ് മനസ്സിലാക്കി പോയാൽ മതി. പലയിടത്തും ഇതിനകത്ത് കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയുണ്ട്. കറക്റ്റ് ഇന്ന സാധനം ഈ ഭാഗത്തേ വരുള്ളൂ എന്നൊന്ന് നമുക്ക് പക്കാ നിയമം വെച്ച് പറയാൻ പറ്റത്തില്ല. കുറച്ച് വ്യത്യാസങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാത്തിലും വരും. അതങ്ങ് മനസ്സിലാക്കി പോയാൽ മതി. പരീക്ഷയ്ക്ക് നമുക്ക് കറക്റ്റ് ഉത്തരം എഴുതാൻ പറ്റണം, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. നെക്സ്റ്റ് കളക്റ്റീവ് നൗൺ. പേരിൽ തന്നെ കിട്ടുമല്ലോ, കളക്റ്റീവ്, കൂട്ടമായി നിലനിൽക്കുന്ന
ഏതെങ്കിലും വ്യക്തികളെയോ സാധനങ്ങളെയൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത്. നമ്മളെ നിയമം സംരക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കുറേ പേര് നമ്മൾ ആക്രമിക്കാൻ വന്നാൽ എന്താ പറയുക, ഒരു വിഭാഗക്കാർ നമ്മളെ രക്ഷിക്കുമല്ലോ, ആരാണ്? പോലീസ് അല്ലേ, നാട്ടിലെ പോലീസ്. അപ്പോൾ ആ ഒരു കൂട്ടം, അവരുടെ ഒരു കൂട്ടത്തിനെയാണ് നമ്മൾ ആ കൂട്ടമായിട്ട് വരുന്ന രക്ഷിക്കുമെന്നവരാണ് പോലീസ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ കുടുംബത്തിലെ എല്ലാവരെയും കൂടെ ചേർത്ത് നമ്മൾ പറയുന്നത് എന്താണ്? ഫാമിലിയൊക്കെ ഒരു കൂട്ടമല്ലേ, ഫാമിലിയൊക്കെ കളക്റ്റീവ് നൗൺ എക്സാമ്പിളാണ്. അപ്പോൾ ഇതൊക്കെ ഓർത്തിരിക്കുക, ഇതൊക്കെ കളക്റ്റീവ് നൗൺ എക്സാമ്പിളാണ് എന്ന്. നെക്സ്റ്റ് കൗണ്ടബിൾ നൗൺ, പേരിൽ നിന്ന് തന്നെ കിട്ടുമല്ലോ എന്താണ് അർത്ഥം? കൗണ്ടബിൾ, എണ്ണാൻ കഴിയുന്ന നാമങ്ങൾ, എണ്ണാൻ കഴിയുന്ന പോലത്തെയാണ് കൗണ്ടബിൾ നൗൺ എന്ന് പറയുന്നത്. ഇപ്പം 1 കിലോ ആപ്പിൾ മേടിച്ചില്ല, എത്ര ആപ്പിൾ ഉണ്ടെന്ന് നമുക്ക് എണ്ണാമല്ലോ. സോ ആപ്പിൾ എന്ന് പറയുന്നത് ഒരു കൗണ്ടബിൾ നൗൺ ആണ്. അതുപോലെ തന്നെ ഇപ്പം ഒരു ക്ലാസ്സിൽ ഇത്ര പെൺകുട്ടികളുണ്ട് എന്ന് പറയുന്നത്, പെൺകുട്ടികൾ, ഗേൾസ്, അവരെ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുമല്ലോ, ഗേൾസ് എന്ന് പറയുന്നത്, അത് കൗണ്ടബിൾ നൗൺ ആണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൗണ്ടബിൾ നൗൺ ആണ്, എണ്ണാൻ പറ്റുന്നവയാണ് കൗണ്ടബിൾ നൗൺ എന്ന് ഓർത്താൽ മതി. നമുക്ക് ഇപ്പോൾ ഗേൾസ് ബഹുവചനവും അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കും. ആപ്പിൾസ് എന്താ പറയുക, ആപ്പിൾസ് എന്ന് പറയും, ഗേൾസ് എന്ന് പറയും, അങ്ങനത്തെ കാര്യങ്ങളുണ്ട് കേട്ടോ, അത് ഓർത്തോണം. ആപ്പിൾ എന്ന് പറഞ്ഞാൽ പറഞ്ഞേ ഉള്ളൂ, അല്ല ആപ്പിൾ അത് നമ്പർ ഓഫ് ആപ്പിൾ ആ രീതിയിലൊക്കെ പറയും, അതൊക്കെ വേറെ ഒരു വിഭാഗമാണ്, അതൊക്കെ ഓർത്തണം. നെക്സ്റ്റ് അൺകൗണ്ടബിൾ നൗൺ, പേരിൽ നിന്ന് തന്നെ കിട്ടുമല്ലോ, കൗണ്ട് ചെയ്യാൻ പറ്റാത്തത്. ഇപ്പോൾ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത നാമങ്ങളാണ് അൺകൗണ്ടബിൾ നൗൺ എന്ന് പറയുന്നത്. മൂല്യമൊക്കെ വെച്ച് പറയുവാണെങ്കിൽ മണി എന്ന് പറയുന്നത് കറൻസി മാത്രമല്ല, അല്ലാതെ ഇപ്പം എന്താ പറയുക, ഒരു സ്വർണ്ണക്കട്ടി ഇരിപ്പുണ്ടെങ്കിൽ അത് നമുക്ക് അതിൻ്റെ മൂല്യമല്ലേ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. പണി ചില സ്ഥലത്ത് അതിന് 50,000 രൂപയായിരിക്കും, ചില സ്ഥലത്ത് ഒരു പവന് 45,000 ഉള്ളായിരിക്കും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പം ആ മൂല്യമാണ് പറയുന്നത്, പക്ഷേ കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളെ നമുക്ക് അൺകൗണ്ടബിൾ നൗൺ എന്ന് പറയാം. മണി ഒരു എക്സാമ്പിളാണ്, കറൻസി നോട്ടല്ല മണി എന്ന് പറയുന്നത്. പിന്നെന്താണ് ന്യൂസ് എന്ന് പറയുന്ന സംഭവം, ന്യൂസ്, വാർത്ത ഒരു നൗണാണ്, പക്ഷേ അത് കൗണ്ടബിൾ നൗണാണ്, എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റത്തില്ല. പിന്നെ ഓയിൽ എന്ന് പറയുന്നത് എന്തായാലും എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റത്തില്ല, നമുക്കറിയാമല്ലോ. അപ്പോൾ ഇതൊക്കെ അൺകൗണ്ടബിൾ നൗണാണ്, എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റത്തില്ല, അൺകൗണ്ടബിൾ നൗൺ. ഓക്കെ, നെക്സ്റ്റ് സിംഗുലാർ നൗൺ പേരിൽ തന്നെ ഉണ്ടല്ലോ. ഇംഗ്ലീഷ് ഭാഷയിൽ ചില നാമങ്ങൾ സിംഗുലർ മാത്രമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അങ്ങനെയുള്ളവയാണ് സിംഗുലാർ നൗൺ എന്ന് പറയുന്നത്. ഇപ്പം ഫർണിച്ചർ എന്ന വാക്ക്, ഫർണിച്ചർ, നമ്മൾ എത്ര കസേരയും മേശയൊക്കെ മേടിച്ചാലും ഫർണിച്ചർ മേടിക്കാൻ പോയി എന്നല്ലേ പറയുന്നത്. അതൊക്കെ ആ ഒരു സിംഗുലർ വേർഡ് മാത്രമേ ഉള്ളൂ അതിനകത്ത്. ഇപ്പോൾ ഇംഗ്ലീഷിൽ ചില വാക്കുകൾക്ക് സിംഗുലർ വാക്ക് മാത്രമേ ഉള്ളൂ, അതിനെ സിംഗുലാർ നൗൺ എന്ന് പറയുന്നത്. പിന്നെ ഒരെണ്ണം കൂടിയുണ്ട് പ്ലൂറൽ നൗൺ. എഴുത്തിൻ്റെ മുകളിൽ വന്നുകൊണ്ട് ചിലപ്പോൾ പ്ലൂറൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റത്തില്ലായിരിക്കും. പ്ലൂറൽ നൗൺ എന്ന് പറയുന്ന ഒരു സാധനം കൂടിയുണ്ട്. എന്താണ്? ഇംഗ്ലീഷ് ഭാഷയിൽ ചില നാമങ്ങൾ പ്ലൂറലായിട്ട് ഉപയോഗിക്കുന്നതാണ് പ്ലൂറൽ നൗൺ എന്ന് പറയുന്നത്. നമ്മൾ ഒരു ഷൂ എന്നല്ലേ പറയുന്നത്, ഷൂസ് എന്നല്ലേ പറയുന്നത്, ഷൂസാണ്. പിന്നെ പാൻസ് എന്നാണ് പറയുന്നത്, അതിന് പ്ലൂറൽ വാക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ സോക്സ്, ഇതൊക്കെ പ്ലൂറൽ വാക്കുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ളവയെ പ്ലൂറൽ നൗൺ എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കുക. സിംഗുലർ നൗൺ ഉണ്ട്, ചില വാക്കുകൾക്ക് സിംഗുലർ മാത്രമേ ഇംഗ്ലീഷിലുള്ളൂ. ഫർണിച്ചർ, പിന്നെ പാൻസ്, ഇതൊക്കെ പ്ലൂറലാണ്. പാൻസ്, ഫർണിച്ചർ സിംഗുലറാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളവ. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കിയിരുന്നാൽ മതി. നൗൺ എന്താണെന്നൊരു ഐഡിയ കിട്ടിയല്ലോ, നാമം, അത് അങ്ങ് ഓർത്താൽ മതി. അടുത്തത് പ്രോനൗൺ, നൗണിന് പകരമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ പ്രോനൗൺ എന്ന് പറയുന്നത്. നൗണുമായിട്ട് ബന്ധമുണ്ട് എന്ന് നമുക്ക് ആ ഒരു പേരിൽ നിന്ന് തന്നെ മനസ്സിലാവുമല്ലോ, പ്രോനൗൺ. അപ്പോൾ നൗണിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് ഈ പ്രോനൗൺ അഥവാ സർവ്വനാമം എന്ന് പറയുന്നത്. ഒരു സെൻറ്റൻസ് ഞാനിവിടെ എഴുതാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഹരി ഈസ് എ ടീച്ചർ, ഹീ ടീച്ചേഴ്സ് വെൽ. ഇവിടെ ഹരി എന്ന് പറയുന്ന വ്യക്തിയെ പറ്റിയാണ് പറയുന്നത്, അവൻ്റെ ഒരു ടീച്ചറാണല്ലേ. ഹരി ഈസ് എ ടീച്ചർ. രണ്ടാമത്തെ സെൻറ്റൻസിൽ ഹീ ടീച്ചേഴ്സ് വെൽ എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ ഹീ പോലുള്ള പേരിന് പകരമായിട്ട്, ഹരി എന്ന പേരിന് പകരമായിട്ട് ഉപയോഗിച്ച ഹീ പോലുള്ള സംഭവങ്ങൾ, അപ്പോൾ അതുപോലത്തെ ഐറ്റങ്ങളാണ് ഈ പ്രോനൗൺസ് എന്ന് പറയുന്നത്. ഹീ, അതുപോലെ ഷീ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പ്രോനൗൺസ് ആണ്, ഇതുപോലെയുള്ള സംഭവങ്ങൾ. അപ്പോൾ അങ്ങനെ ഓർത്താൽ മതി, പേരിന് പകരമായിട്ട് ഉപയോഗിക്കുന്നവയാണ് പ്രോനൗൺ എന്ന് ഓർത്തിരിക്കുക. ഒത്തിരി ഡീപ്പായിട്ടൊന്നും മനസ്സിലാക്കാനായിട്ടില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അതിൽ തന്നെ പേഴ്സണൽ പ്രോനൗണും ഉണ്ട്, പേഴ്സണൽ പ്രോനൗൺ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. പേഴ്സണൽ പ്രോനൗൺ അതെന്താണെന്ന് പറയാം. വ്യക്തികളുടെ പേരുകൾക്ക് പകരം ഉപയോഗിക്കുന്ന നാമങ്ങളാണ് പേഴ്സണൽ പ്രോനൗൺ എന്ന് പറയുന്നത്. വ്യക്തികളുടെ പേരുകൾക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ, വ്യക്തികളുടെ പേരുകൾക്ക് പകരം ഉപയോഗിക്കുന്നത് പേഴ്സണൽ പ്രോനൗൺ. ഇത് 3 തരത്തിലുണ്ട്. പേഴ്സണൽ പ്രോനൗണ് 3 തരത്തിലുണ്ട്, 3 ടൈപ്സ്. പേഴ്സണൽ പ്രോനൗണ് 3 തരത്തിലുണ്ട്. ഫസ്റ്റ് പേഴ്സൺ, അതുപോലെ സെക്കൻഡ് പേഴ്സൺ, പിന്നെ തേർഡ് പേഴ്സൺ. സംസാരിക്കുന്നയാളാണ് ഈ ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത്. സംസാരിക്കുന്ന ആളാണ് ഫസ്റ്റ് പേഴ്സൺ. ഓക്കെ, സംസാരിക്കുന്നയാൾ ഫസ്റ്റ് പേഴ്സൺ. ഞാനാണ് സംസാരിക്കുന്നത്, ഞാൻ ഫസ്റ്റ് പേഴ്സൺ. ഞാൻ എൻ്റെ ഇപ്പോൾ എന്താ പറയുക സഹോദരനോടാണ് സംസാരിക്കുന്നത്, സഹോദരനാണ് സെക്കൻഡ് പേഴ്സൺ. ആ രീതിയിൽ ഓർക്കുക. അപ്പോൾ ആരോടാണോ സംസാരിക്കുന്നത് ആ കേൾക്കുന്ന ആളാണ്
സെക്കൻഡ് പേഴ്സൺ, കേൾക്കുന്ന ആളാണ് സെക്കൻഡ് പേഴ്സൺ. അപ്പം പേഴ്സണൽ പ്രോണൗൺ 3 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ അങ്ങനെയുണ്ട്. അപ്പോൾ സംസാരിക്കുന്ന ആളാണ് ഫസ്റ്റ് പേഴ്സൺ, കേൾക്കുന്ന ആളാണ് സെക്കൻഡ് പേഴ്സൺ. അതുപോലെ തന്നെ ആരെക്കുറിച്ച് എന്തിനെക്കുറിച്ച് സംസാരിക്കുന്നു അതാണ് തേർഡ് പേഴ്സൺ. അപ്പോൾ ഞാൻ എൻ്റെ സഹോദരനോട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ അച്ഛനെ പറ്റിയാണ് സഹോദരനോട് സംസാരിക്കുന്നത്. അച്ഛൻ ഇന്നലെ വൈകുന്നേരം ലേറ്റ് ആയിട്ടാണ് വന്നത് എന്ന് പറയുന്നൊരു കാര്യമാണ് പറയുന്നതെന്ന് ഓർത്തി. അപ്പം അങ്ങനെ ഒരു സംഭവം. അപ്പം അച്ഛനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അച്ഛനാണ് തേർഡ് പേഴ്സൺ. അപ്പം ആരെക്കുറിച്ചാണോ പറയുന്നത് അയാളാണ് തേർഡ് പേഴ്സൺ എന്നും ഓർത്തിരിക്കുക. ആരെക്കുറിച്ചാണോ പറയുന്നത് അയാൾ, ആ ഒരു വ്യക്തിയാണ് തേർഡ് പേഴ്സൺ എന്നും ഓർത്തിരിക്കുക. അപ്പോൾ ഇംഗ്ലീഷിലെ ഒരു സംഭവമാണ് പേഴ്സണൽ പ്രൊണൗൺ. ഈ ടൈപ്പ് ഉണ്ട്, ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ, അങ്ങനെ കാര്യങ്ങളുണ്ട്. ഓക്കെ, ഐ, യു, ഹി, ഷീ, ഇറ്റ്, പിന്നെ പ്ലൂറലാണ് വി, യു, ദൈ, അങ്ങനെയൊക്കെ വരും. ഫസ്റ്റ് പേഴ്സണും സെക്കൻഡ് പേഴ്സണും തേർഡ് പേഴ്സണും ഒക്കെ. പിന്നെ ഇതിനൊരു ചെറിയ ഓർഡർ കൂടി ഉണ്ട്. അത് ജസ്റ്റ് അങ്ങനത്തെ ഒരു ഓർഡറുമായിട്ട് ബന്ധപ്പെട്ടൊരു സെൻറ്റൻസ് കൂടി ഞാൻ പറയാം. ഒന്നിൽ കൂടുതൽ പേഴ്സണൽ പ്രോനൗൺസ് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ഐ, അതുപോലെ യു, ഇതൊക്കെ പേരിന് പകരം ഉപയോഗിക്കുന്നതല്ലേ. പിന്നെ ഹി, അതുപോലെ ഷീ, അതുപോലെ ഇറ്റ്, പിന്നെന്താണ് വി ഒക്കെ പ്ലൂറൽ വരും. എന്താ പറയുക, പ്ലൂറൽ കേസിലാണ്. വി, യു, ഇതൊക്കെ ആ ഒരു രീതിയിൽ വരുന്ന പ്രോനൗണുകളാണ്. ദൈ, ഇതെല്ലാം പ്രോനൗണുകളാണ് അല്ലേ. അപ്പോൾ ഇതെല്ലാം ഒരു സെൻറ്റൻസിൽ ഒരുപക്ഷെ വരാം. അപ്പോൾ ഒന്നിൽ കൂടുതൽ പേഴ്സണൽ പ്രോനൗൺസ് ഒരുമിച്ച് വരുമ്പോൾ, സെൻറ്റൻസിൽ ഉപയോഗിക്കേണ്ടി വരുമ്പോൾ, ഒന്നിൽ കൂടുതൽ പേഴ്സണൽ പ്രോനൗൺസ് ഒരുമിച്ച് ഒരു സെൻറ്റൻസിൽ ഉപയോഗിക്കേണ്ടി വരുമ്പോൾ സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ, ഫസ്റ്റ് പേഴ്സൺ എന്നീ ക്രമം നോർമലി ഉപയോഗിക്കാറുണ്ട്. സെക്കൻഡ്, തേർഡ്, ഫസ്റ്റ്, ഈ ഒരു ഓർഡർ നോർമലി ഉപയോഗിക്കാറുണ്ട്. ഒന്നിൽ കൂടുതൽ എന്താ പറയുക പേഴ്സണൽ പ്രോനൗൺ ഉപയോഗിക്കുന്ന സിറ്റുവേഷൻ വരുമ്പോൾ സെക്കൻഡ്, തേർഡ്, ഫസ്റ്റ് എന്നീ ഓർഡർ ഉപയോഗിക്കാറുണ്ട്. പൈ എന്ന് പറഞ്ഞാൽ ഞാനെന്ന് പറയുന്നതാണല്ലോ ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്ന ഐ ആണ്, ഇത് ഫസ്റ്റാണ്. ഇപ്പോൾ യു എന്ന് പറയുന്നതാണ് സെക്കൻഡ് ഇടാം. അപ്പോൾ അതുപോലെ എന്താണ് ഹി, ഷീ, ഇറ്റൊക്കെ ഇത് മൂന്നും തേർഡാണ്. തേർഡ് ഇതൊക്കെ തേർഡ് പേഴ്സൺ ആണ്. ഹി, ഷീ, ഇറ്റ്. പിന്നെ വി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ, പ്ലൂറലി പറയുമ്പോൾ ഞങ്ങളാണ് ഫസ്റ്റ് പേഴ്സൺ, വി. പിന്നെ യു എന്ന് പറയുന്ന അവിടെയും യുവിന് പിന്നെ അത് തന്നെ മാറ്റമൊന്നുമില്ല, യു സെക്കൻഡ്. പിന്നെ ദൈ എന്ന് പറയുന്നത് തേർഡ്. അപ്പോൾ ആ രീതിയിൽ ഓർത്താൽ മതി. അപ്പം നോർമലി ഒന്നിൽ കൂടുതൽ പേഴ്സണൽ പ്രോനൗൺസ് ഒരുമിച്ച് ഒരു സെൻറ്റൻസിൽ ഉപയോഗിക്കേണ്ടി വരുമ്പോൾ സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ, ഫസ്റ്റ് പേഴ്സൺ എന്നീ ക്രമം നോർമലി ചിലപ്പോൾ അങ്ങ് പാലിക്കാറുണ്ട്. അതൊന്നും ഓർത്തുള്ളൂ. ഒരു സെൻറ്റൻസ് ഞാനിവിടെ എക്സാമ്പിൾ എഴുതാം. യു, ഹി ആൻഡ് ഐ. You, he and I should prepare ourselves for the exam. Should prepare ourselves for the exam. ആ സെൻറ്റൻസ് നിങ്ങൾ നോക്കി, അവിടെ 3 കാര്യം വന്നിട്ടുണ്ട്. യു, ഹി, ഐ. ഓർഡർ കറക്റ്റ് അല്ലേ? ആദ്യം യു എന്ന് പറയുന്നത് സെക്കൻഡ് പേഴ്സൺ ആണ്, ഹി എന്ന് പറയുന്നത് തേർഡ് പേഴ്സൺ ആണ്, ഐ എന്ന് പറയുന്നത് ഫസ്റ്റ് പേഴ്സൺ ആണ്. അപ്പോൾ നോർമലി ഒന്നിൽ കൂടുതൽ പേഴ്സണൽ പ്രോനൗൺസ് ഒരുമിച്ച് ഒരു സെൻറ്റൻസിൽ ഉപയോഗിക്കേണ്ടി വരുമ്പോൾ സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ, ഫസ്റ്റ് പേഴ്സൺ എന്നീ ക്രമം നോർമലി പാലിക്കാറുണ്ട് എന്നൊരു കാര്യം കൂടെ ഓർത്തുകൊള്ളുക. എന്നാൽ അശുഭകരമായതോ കുറ്റസമ്മതം നടത്തുന്നതോ ആയ വാക്യങ്ങളിൽ, അശുഭകരമായതോ കുറ്റസമ്മതമൊക്കെ നടത്തുന്നതോ ആയ വാക്യങ്ങളിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ എന്നീ ക്രമം പാലിക്കണമെന്നും ഒരു റൂൾ ഇംഗ്ലീഷിലുണ്ടെന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ ഞാൻ എഴുതാം. വി, യു ആൻഡ് ആട്ടോ, ആൻഡ് ദൈ. വി, യു ആൻഡ് ദൈ ഹാവ് മെയ്ഡ് എ മിസ്റ്റേക്ക് എന്നൊരു സെൻറ്റൻസ് ആണെന്ന് ഓർക്കുക. ഹാവ് മെയ്ഡ് എ മിസ്റ്റേക്ക്, ഇങ്ങനെയൊരു സെൻറ്റൻസ് ആണെന്ന് ഓർക്കുക. അവിടെ വന്നേക്ക് നോക്കിയാൽ വി എന്ന് പറയുന്നത് ഫസ്റ്റ് പേഴ്സൺ ആണ്, യു എന്ന് പറയുന്നത് സെക്കൻഡ് ആണ്, ദൈ എന്ന് പറയുന്നത് തേർഡ് ആണ്. വി, യു ആൻഡ് ദൈ ഹാവ് മെയ്ഡ് എ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ആ ഓർഡറിൽ നമ്മളൊരു മിസ്റ്റേക്ക് ചെയ്തു, ഒരു തെറ്റ് ചെയ്ത് കുറ്റസമ്മതം നടത്തുമല്ലേ. അപ്പം ആ ഒരു കുറ്റസമ്മതം, അശുഭകരമായതോ കുറ്റസമ്മതം നടന്നോ ആയ വാക്യങ്ങളിൽ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ എന്നീ ഓർഡർ പാലിക്കുന്നു എന്ന ആ രീതിയിലൊന്ന് ഓർത്തിരിക്കുക. അല്ലാത്ത നോർമൽ കേസുകളിൽ സെക്കൻഡ്, തേർഡ്, ഫസ്റ്റ് എന്നുള്ള ഓർഡറാണ്. അശുഭകരമായതോ കുറ്റസമ്മതം നടത്തുന്നതോ ആയ വാക്യങ്ങളിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്ന ഓർഡർ പാലിക്കുന്നുവെന്നും അറിഞ്ഞിരിക്കുക. ഇനി അഡ്ജക്റ്റീവ് അഥവാ നാമവിശേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. നാമവിശേഷണം, നാമത്തെ വിശേഷിപ്പിക്കുന്നു. എന്തെങ്കിലും ഒരു നാമം ഉണ്ടെങ്കിൽ ആ നാമത്തിനെ വിശേഷിപ്പിക്കുന്നതാണ് അഡ്ജക്റ്റീവ് അഥവാ നാമവിശേഷണം. പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുമല്ലോ. ഒരു എക്സാമ്പിൾ, ഇപ്പം ഹീ ഈസ് എ ബ്രേവ് ബോയ് എന്നൊരു സെൻറ്റൻസ്. ഹീ ഈസ് എ ബ്രേവ് ബോയ്
ഇതൊരു സെൻറ്റൻസാണ്. ബോയ് ആണ് നാമം. ബ്രേവ് എന്ന് പറയുന്ന ആ ബോയിയെ വിശേഷിപ്പിക്കുന്നതല്ലേ, ആ ഒരു നാമത്തിനെ വിശേഷിപ്പിക്കുന്നതല്ലേ. സോ അതുപോലത്തെ കാര്യങ്ങൾ നാമത്തിനെ വിശേഷിപ്പിക്കുന്നവയാണ് നാമവിശേഷണം അഥവാ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. പലതരം അഡ്ജക്റ്റീവ്സ് ഉണ്ട്. അതാണ് ഞാനിവിടെ എഴുതിയേക്കുന്നത്. അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റി, അഡ്ജക്റ്റീവ്സ് ഓഫ് നമ്പർ, അങ്ങനെ പലതരം അഡ്ജക്റ്റീവ്സ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കാനുള്ള കാര്യങ്ങളേ ഉള്ളൂ ഇതിനകത്ത്. നാമത്തിൻ്റെ ഗുണത്തെ വിശേഷിപ്പിക്കുന്ന നാമമാണ് അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റി. ക്വാളിറ്റി, ഗുണം, സിമ്പിളായിട്ട് മനസ്സിലാക്കാമല്ലോ. എക്സാമ്പിൾ പറഞ്ഞാൽ എന്താണ്? ക്ലെവർ, ഹോണസ്റ്റ്, ബാഡ്. ബാഡ് എന്ന് പറയുന്ന ഒരു ചീത്ത ഗുണമാണ്. അപ്പോൾ ക്ലെവർ എന്ന് പറയുന്നത്. പിന്നെ ഓണസ്റ്റി, അവൻ ഇങ്ങനെ ഓണസ്റ്റാണ്, ഹോണസ്റ്റ് ബോയ് എന്നൊക്കെ പറയത്തില്ലേ. അപ്പം ആ ഒരു ഗുണമാണ്, അവൻ്റെ ഒരു ഗുണമാണ് അല്ലേ. അപ്പം ഗുണത്തെ വിശേഷിപ്പിക്കുന്നതാണ് അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റി. അതുപോലെ ബാഡും ഒരു മോശപ്പെട്ട ഗുണം, ബാഡ് ബോയ്, മോശപ്പെട്ട ഒരു ഗുണം എന്ന് വെച്ചാൽ ആ ഒരു ക്വാളിറ്റി ആണല്ലോ. ഗുണം എന്ന് പറയാൻ പറ്റത്തില്ല, ക്വാളിറ്റി, അതിൻ്റെ ഒരു മേന്മ. ഗുണം എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണല്ലോ. അപ്പോൾ ക്വാളിറ്റിയെ പറയുന്നതാണ് അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റി. ക്ലെവർ, ഓണസ്റ്റ്, ബാഡൊക്കെ എക്സാമ്പിളാണ്. അതുപോലെ അഡ്ജക്റ്റീവ്സ് ഓഫ് നമ്പർ എന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. എണ്ണത്തെ കാണിക്കുന്ന അഡ്ജക്റ്റീവ്സ് ആണ് അഡ്ജക്റ്റീവ്സ് ഓഫ് നമ്പർ. എണ്ണം എത്രയാണ്? എവരി, ഒരു എല്ലാത്തിലും എവരി എന്ന് പറയുന്ന അഡ്ജക്റ്റീവ്സ് ഓഫ് നമ്പറാണ്. സം, കുറച്ച് മാത്രം. നമ്പർ എണ്ണത്തെയാണല്ലോ പറയുന്നത്. ഓൾ, എല്ലാം എന്ന്. ഓൾ ചിൽഡ്രൻ എന്നൊക്കെ പറയത്തില്ലേ, എല്ലാ കുട്ടികളും. അപ്പോൾ ഇതൊക്കെ അഡ്ജക്റ്റീവ്സ് ഓഫ് നമ്പറാണ്. ഫസ്റ്റ് എന്ന് പറയുന്ന ഒന്നാമത്തേത്, നമ്പർ വെച്ചല്ലേ പറയുന്നത് ഒന്നാമത്തേത്, ഫസ്റ്റ് ബോയ് എന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ അത് അഡ്ജക്റ്റീവ്സ് ഓഫ് നമ്പറാണ്, ഒന്നാമത്തെ ബോയ്. പിന്നെ മെനി എന്ന് പറയുന്ന എല്ലാം, മീൻസ് ആ രീതിയിൽ. മെനി, എവരി, സെയിം, ഓൾ, ഫസ്റ്റ്, ഇതെല്ലാം അഡ്ജക്റ്റീവ്സ് ഓഫ് നമ്പറാണ്. അതുപോലെ അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാണ്ടിറ്റി, അളവ്. ക്വാണ്ടിറ്റി പേരിൽ നിന്ന് തന്നെ കിട്ടുമല്ലോ. അളവിനെ കുറിക്കുന്ന അഡ്ജക്റ്റീവ്സ് ആണ് അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാണ്ടിറ്റി. അളവെന്ന് പറയുന്നത് ഇനഫ്, ആവശ്യത്തിന്. ഇനഫ് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ്സ് ഓഫ് അളവ് ആണെന്ന് നമുക്ക്, ക്വാണ്ടിറ്റി ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനഫ് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാണ്ടിറ്റി ആണ്. പിന്നെ ലിറ്റിൽ, കുറച്ച് മാത്രം, അതൊരു അളവല്ലേ. ലിറ്റിൽ, കുറച്ച്, അളവാണ്. പിന്നെ പ്രോപ്പർ അഡ്ജക്റ്റീവ്സ്, ഒരു പേരിൽ നിന്നും ഉണ്ടാകുന്ന അഡ്ജക്റ്റീവ്സ് ആണ് പ്രോപ്പർ അഡ്ജക്റ്റീവ്സ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇന്ത്യൻ കാർ. ഇന്ത്യ എന്നതൊരു പേരല്ലേ. കാർ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ എന്താ പറയുക, നാമം എന്ന് പറയുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു പേരിൽ നിന്നാണ് ആ ഇന്ത്യൻ കാർ എന്നുള്ള അഡ്ജക്റ്റീവ് വന്നേക്കുന്നത്. അപ്പോൾ ഒരു പേരിൽ നിന്നും ഉണ്ടാകുന്ന അഡ്ജക്റ്റീവാണ് പ്രോപ്പർ അഡ്ജക്റ്റീവ്. ഇന്ത്യൻ കാർ ഒരു എക്സാമ്പിളാണ്. നെക്സ്റ്റ് ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്സ്, വ്യക്തികളെയോ വസ്തുക്കളെയോ സൂചിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്നതാണ് ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്സ് എന്ന് അറിഞ്ഞിരിക്കുക. ദിസ്, ദാറ്റ്, ദീസ്, ദോസ് തുടങ്ങിയവ ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്സ് ആണ്. ദിസ്, ദാറ്റ് ബോയ്, ദിസ് മാൻ എന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ ഡെമോൺസ്ട്രേറ്റീവ്, ആ വ്യക്തിയെ സൂചിപ്പിക്കാൻ അങ്ങനെയൊക്കെ സൂചിപ്പിക്കുന്നതാണ് ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്സ്. ഓർഡർ ഓഫ് അഡ്ജക്റ്റീവ്സ്. ഇപ്പം ഒരു സെൻറ്റൻസിൽ തന്നെ ഒന്നിലധികം നാമവിശേഷണങ്ങൾ വരാമല്ലോ. ഒരെണ്ണം മാത്രമൊന്നും അല്ലല്ലോ, കുറേ എണ്ണം വരാമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതൊരു പ്രത്യേക ഓർഡറിൽ വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ ഒരു ഓർഡർ പറയുന്നതാണ് ഈ ഓർഡർ ഓഫ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇവിടെ കൊടുത്തേക്കുന്ന ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നിലധികം നാമവിശേഷണങ്ങൾ ഒരു നാമത്തിന് മുമ്പ് വരുമ്പോൾ ഉപയോഗിക്കേണ്ട ക്രമമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ആദ്യം ഒപ്പീനിയൻ ആയിരിക്കണം വരേണ്ടത്. പിന്നെ സൈസ്, പിന്നെ ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഷേപ്പ്, ഏജ്, കളറ്, ഒറിജിൻ, മെറ്റീരിയൽ, ടൈപ്പ്, പർപ്പസ്. നമ്മൾ ബോഡ്മാസ് റൂൾ പറയുന്ന പോലെ അഡ്ജക്റ്റീവ്സിൻ്റെ ഒരു ഓർഡറാണ്. ഈ രീതിയിലാണ് അഡ്ജക്റ്റീവ്സ് ഓർഡറിൽ പറയേണ്ടത്. ആ പ്രകാരം ഒരു സെൻറ്റൻസ് അവിടെ എക്സാമ്പിൾ കൊടുത്തേക്ക് കാണാൻ സാധിക്കും. ഇറ്റ് ഈസ് എ ലോങ് നാരോ പ്ലാസ്റ്റിക് ബ്രഷ്. ലോങ് എന്ന് പറയുന്നത് സൈസിനെ ബന്ധിപ്പിക്കുന്നു. ആദ്യം സൈസ് അല്ലേ, സൈസ് ഓർഡർ കറക്റ്റ് അല്ലേ. പിന്നെ അത് നാരോ എന്ന് പറയുന്നത് ഷേപ്പാണ്. ഷേപ്പ് ആ ഓർഡർ തന്നെ കറക്റ്റ് അല്ലേ. അല്ലാതെ ഇറ്റ് ഈസ് എ നാരോ ലോങ് എന്ന് പറയത്തില്ല. ലോങ്, നാരോ, സൈസ്, ഷേപ്പ്. പിന്നെ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് മെറ്റീരിയലാണ്. ലോങ്, നാരോ, പ്ലാസ്റ്റിക്, ബ്രഷ്. അപ്പം ഒന്നിലധികം അഡ്ജക്റ്റീവ്സ് വരുമ്പോൾ ഈ രീതിയിലുള്ള ഓർഡർ ഒന്ന് പാലിക്കാൻ ശ്രമിക്കുക. അതായിരിക്കും കറക്റ്റ്. പരീക്ഷയ്ക്ക് അങ്ങനെയൊക്കെയുള്ള ചോദ്യം ചോദിച്ച് നിങ്ങളെ കുഴപ്പിക്കാം. പിന്നെ അടുത്ത് നോക്കുക. വാട്ട് ആൻ അമേസിങ് ലിറ്റിൽ ഓൾഡ് ചൈനീസ് കപ്പ്. അമേസിങ് എന്ന് പറയുന്നത് ഒരു അഭിപ്രായമാണ്. ചിലപ്പോൾ നമുക്കത് ഇപ്പം വേറൊരാൾക്ക് അമേസിങ് ആയിട്ട് തോന്നും. ചില സിനിമ തന്നെ എടുക്കാൻ മേലെ. ഇപ്പോൾ ദേവദൂതൻ എന്ന സിനിമ അന്ന് തിയേറ്ററിൽ ഇറങ്ങിയപ്പോൾ ഭയങ്കര പരാജയമായിരുന്നു. എല്ലാവരും മോശം പടമെന്നാണ് പറഞ്ഞത്. ഇന്നുള്ളവരെല്ലാം അത് സൂപ്പറാണ്, അടിപൊളി സിനിമയാണ്, എല്ലാവർക്കും ഇന്നത്തെ ആൾക്കാർക്കെല്ലാം അത് ഇഷ്ടമാണ് അല്ലേ. അപ്പം ചിലർക്ക് നല്ലത്, മറ്റൊരു ചിലർക്ക് ചീത്ത, ആ രീതിയിൽ. അപ്പോൾ ഒപ്പീനിയൻ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആ രീതിയിൽ ഒപ്പീനിയൻ ആദ്യം വരണം. ഒപ്പീനിയൻ ഓർഡർ അനുസരിച്ച് ഒപ്പീനിയൻ അല്ലേ ആദ്യം വരണ്ടേ. ദി അമേസിങ് എന്നുള്ള ഒപ്പീനിയൻ ആദ്യം വന്നേക്കുന്നു. പിന്നെ സൈസ്, ഒപ്പീനിയൻ കഴിഞ്ഞാണ് സൈസ് രണ്ടാമത് വന്നേക്കുന്നു. ഏജ് മൂന്നാമത് വന്നേക്കുന്നു. ഒറിജിൻ നാലാമത് വന്ന് കറക്റ്റ് ഓർഡറിൽ തന്നെയാണ് പോയിരിക്കുന്നത്. ബട്ട് ആൻ അമേസിങ് ലിറ്റിൽ ഓൾഡ് ചൈനീസ് കപ്പ് ആൻഡ് സോസർ എന്ന് പറയുന്ന ഒരു സെൻറ്റൻസാണ്. അപ്പോൾ ആ ഒരു ഓർഡറാണ് അവിടെ കൊടുത്തേക്കുന്നത്. അത് നിങ്ങളൊന്ന്
മനസ്സിലാക്കി ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ഈ ഒരു വീഡിയോയിൽ പാർട്സ് ഓഫ് സ്പീച്ച് നമ്മൾ കവർ ചെയ്തു. ഇതിൻ്റെ കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ കോഴ്സ് വാങ്ങിച്ചവർക്ക് അതിനകത്ത് ഞാൻ ഒരു വീഡിയോ ക്വിസ് ഇട്ടിട്ടുണ്ട്. ആ ഒരു ചോദ്യങ്ങളുടെ ആ പാർട്സ് ഓഫ് സ്പീച്ചിൻ്റെ ഫോൾഡറിൽ അതങ്ങ് ചെയ്ത് നോക്കിയാൽ മതി. അല്ലാത്തവർ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കുക പാർട്സ് ഓഫ് സ്പീച്ചുമായി ബന്ധപ്പെട്ട്. ഇത് കൂടാതെ തന്നെ ഇന്ന് നാളെയായിട്ട് നിങ്ങൾ ഇംഗ്ലീഷിലെ മറ്റൊരു ടോപ്പിക്ക് കൂടെ പഠിച്ചു തീർക്കുക. നമ്മൾ കുറച്ചൊക്കെ ആയിട്ട് എടുത്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്ന ടോപ്പിക്ക്. അതും ഇന്നും നാളെയും കൊണ്ടങ്ങ് പക്കായിട്ട് തീർക്കുക. 1 മാർക്ക് ഉറപ്പാണ് ക്വസ്റ്റ്യൻ ടാഗിൽ നിന്ന്. ആദ്യം കാണുമ്പോൾ ഒന്നും മനസ്സിലാവത്തില്ല, പക്ഷേ പഠിച്ചാൽ സിമ്പിളായിട്ട് ഉത്തരം എഴുതാൻ പറ്റുന്ന സെക്ഷനാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. അപ്പോൾ പാർട്സ് ഓഫ് സ്പീച്ചും ക്വസ്റ്റ്യൻ ടാഗും ഇന്നും നാളെയും കൊണ്ട് പക്കായിട്ട് പഠിച്ച് ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് സെറ്റാക്കുക. നിങ്ങളുടെ ഇതിലെ സ്റ്റഡി മെറ്റീരിയൽ വെച്ച് പഠിച്ചാൽ മതി. സ്റ്റഡി മെറ്റീരിയൽ ഇല്ലെങ്കിൽ നമ്മുടെ കോഴ്സ് മേടിച്ചാൽ മതി. അതിനകത്ത് ക്വസ്റ്റ്യൻ ടാഗിൻ്റെ കംപ്ലീറ്റ് വീഡിയോ ക്ലാസ്സും എല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യാനുള്ള ചോദ്യങ്ങൾ വിട്ടിട്ടുണ്ട്. അത് വെച്ച് അങ്ങ് പക്കായിട്ട് പഠിച്ചാൽ മതി. ഓക്കെ, കോഴ്സ് വാങ്ങിച്ചവർ, കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ LDC കോഴ്സ് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. കോഴ്സിൽ ജോയിൻ ചെയ്യാത്തവർ നിങ്ങളുടേതായ രീതിയിൽ സ്റ്റഡി മെറ്റീരിയൽ വെച്ച് ആ ഒരു ടോപ്പിക്ക് തീർക്കുക. പിന്നെ ബാക്കി GKയുടെ പോർഷൻ ഇന്ന് നാളെ കൊണ്ട് നിങ്ങൾ പഠിക്കാൻ സജസ്റ്റ് ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിലെ നിങ്ങൾ പഠിച്ചു തീർക്കാനുള്ള ബാക്കി പോർഷൻസാണ്. ഭരണഘടനാ നിർമ്മാണ സമിതി, ആമുഖം, അങ്ങനെ കുറച്ച് ടോപ്പിക്കുകളുണ്ടല്ലോ. നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സമിതി, ആമുഖവും പിന്നെ പഞ്ചായത്തി രാജ്യം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു 4-5 ടോപ്പിക്ക് ഇന്ന് തന്നെ പഠിച്ചു തീർക്കുക. കുറച്ച് പഠിച്ചവർ ബാക്കി എക്സ്ട്രാ ആയിട്ട് എന്തുമാത്രം ഉണ്ടോ ആ ടോപ്പിക്കുകളെടുത്തങ്ങ് ഇന്ന് നാളെയും കൊണ്ടങ്ങ് പഠിച്ചു തീർക്കുക. ഈ ഒരു 1, 2, 3 ദിവസം കൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷനും ഒന്ന് ക്യാപ്സ്യൂൾ പോലെ പഠിച്ചു തീർക്കാൻ ശ്രമിക്കുക. കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്നും അറിയാൻ മേലാത്തവർക്ക് ആ ഒരു നമ്മുടെ കോഴ്സിൽ നമ്മൾ വീഡിയോയും PDF ഒക്കെ ആയിട്ടുണ്ട്, അതങ്ങ് പഠിച്ചാൽ മതി. സ്റ്റഡി മെറ്റീരിയൽ ഉള്ളവർ അത് വെച്ച് പഠിക്കുക. ഓക്കെ, എല്ലാവർക്കും നല്ല വിജയം ആശംസിക്കുന്നു. താങ്ക് യു.